ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് സാംസങ് A13 5G എന്നുള്ള ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് മൊബൈൽ ഫോണായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ചെറിയ വാട്ടർ ഡാമേജ് ആയിട്ട് വർക്കാതെ ഇരുന്നതാണ്. ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ഒരാഴ്ചയായിട്ട്, വെള്ളത്തിലൊക്കെ അങ്ങ് പോയിട്ട്. അപ്പോൾ ഇത് ചെറിയൊരു വാട്ടർ ഡാമേജ് ആയി, അങ്ങനെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇതിന് ഡിസ്പ്ലേ കുറേ ഫിക്സ് ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ മെയിൻ സ്ട്രിപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ബാച്ച് നമ്പർ ചേഞ്ച് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വർക്കാവാതെ വരുന്നത്. അപ്പോൾ മറ്റൊരു ഡിസ്പ്ലേ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഫിക്സ് ചെയ്ത ഡിസ്പ്ലേ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ ഒരു ഡിസ്പ്ലേക്ക് 2 കണക്ടറാണ് വരുന്നത്. ഒന്ന് ഈ മെയിൻ സ്ട്രിപ്പും, അതുപോലെ തന്നെ താഴെ ചാർജിങ് ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു കണക്ടറുണ്ട്. സാംസങ്ങിൻ്റെ ചില ഫോണുകൾക്കൊക്കെ ഇങ്ങനെയാണ് 2 കണക്ടർ വരുന്നുണ്ട്. അതായത് ചാർജിങ് ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു കണക്ടറും, അതുപോലെ തന്നെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു കണക്ടറും വരുന്നുണ്ട്. ഇത് കുറച്ചൊരു മോഡൽ. ഇതിൻ്റെ ബാക്ക് ബോഡി നമുക്ക് കാണാൻ പറ്റും. ഇതിന്മേലാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ സ്ട്രിപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ട്രിപ്പും കണക്ട് ചെയ്യണം. പിന്നെ സാംസങ്ങിൻ്റെ A12, A13, A14 ഈ ഒരു മോഡലുകൾക്കൊക്കെ ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഇപ്പോൾ കൊണ്ടുവന്ന ഡിസ്പ്ലേ, അതായത് ഇതിൻ്റെ A04S എന്നുള്ളൊരു മോഡലുണ്ട് സാംസങ്ങിൻ്റെ. ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയും ഈ A13 5Gയുടെ ഡിസ്പ്ലേ ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ബാച്ച് നമ്പർ കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ മാച്ചിങ് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ആണ് ഞാൻ ഫിക്സ് ചെയ്ത് നോക്കിയത്. ഇത് ഞാൻ കാണിച്ചു തരാം. ഡിസ്പ്ലേ ഒക്കെ സെയിമാണ്, ഓണാവുന്നുണ്ട്, ഫോൺ ഓണാവുന്നുണ്ട്. പക്ഷേ ഓണായതിന് ശേഷം 2-3 പ്രാവശ്യം ഒന്ന് ഫ്ലാഷായിട്ട് അങ്ങ് ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിങ് ഇഷ്യൂ വരുന്ന ഡിസ്പ്ലേകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരും. അപ്പോൾ ഞാൻ മറ്റൊരു ഡിസ്പ്ലേ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡെലിവറി കിട്ടും. അപ്പോൾ ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ അതിൻ്റെ സ്ട്രിപ്പും സെയിമാണ്, പക്ഷേ ഇതിൻ്റെ ബാച്ച് നമ്പറിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുതിയ ഡിസ്പ്ലേ ഓർഡർ ചെയ്തൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, ഞാനത് കാണിക്കാം. ഈ ഒരു ഡിസ്പ്ലേ തന്നെ സാംസങ്ങിൻ്റെ A04S എന്നുള്ള ഒരു മോഡലിനും ഈ ഒരു ഡിസ്പ്ലേ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ അല്ല, ഒരു ചെറിയ റേഞ്ചിൽ വരുന്ന ഡിസ്പ്ലേ ആണ്. കാരണം ഫോണും സാംസങ്ങിൻ്റെ A13, അതുപോലെ തന്നെ A04S ഈ ഒരു ഫോണുകളൊക്കെ സാംസങ്ങിൻ്റെ അധികം വില കുറഞ്ഞൊരു ഫോണുകളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേക്കും വലിയ പ്രൈസൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയവർക്കൊക്കെ അധികം വലിയ എക്സ്പെൻസ് കൊടുക്കാതെ മാറ്റാൻ പറ്റും. അപ്പോൾ രണ്ടാമത് കൊണ്ടുവന്ന ഡിസ്പ്ലേ ഫിക്സ് ചെയ്ത് നോക്കുമ്പോൾ വളരെ കണ്ടീഷനായിട്ട് വർക്കാകുന്നുണ്ട്. ഡിസ്പ്ലേ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. ഇത് സാംസങ്ങിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, സർവീസ് പാക്കാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ ബേസിക് ഫോണുകൾ A04S, A03S, A13, A14 ഇതിൻ്റെയൊക്കെ ഡിസ്പ്ലേകൾ ഏകദേശം ഈ ഒരു സെയിം റേഞ്ച് തന്നെയാണ്. പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ സെയിം റേഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്തരം ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഡിസ്പ്ലേ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസ് ആണെന്നുള്ള പേടി വേണ്ട. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു മൊബൈൽ ഫോൺ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ ചെറിയ പ്രൈസിന് തന്നെ ചേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഇവിടെ ദുബായിൽ നമ്മൾ ചെറിയ പ്രൈസിനാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ